നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. CPMന്റെ നേതൃത്വത്തിൽ PSCയിൽ നടന്ന നിയമന തട്ടിപ്പിന്റെ ഫയലുകൾ മുക്കാൻ നീക്കം. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെയും അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിന്റെയും അറിവോടെയാണ് നിയമന തട്ടിപ്പ് നടന്നതെന്ന് സർക്കാർ നടത്തിയ രഹസ്യാന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. ആസൂത്രണ ബോർഡിൽ മാത്രമല്ല, വിവിധ വകുപ്പുകളിൽ, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ, ദേവസ്വം ബോർഡുകളിൽ എന്നിവിടങ്ങളിൽ CPMകാരെയും അവരുടെ നേതാക്കളുടെ ബന്ധുക്കളുടെയും വഴിവിട്ട് നിയമിച്ചിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന് ഭരണഘടനാ സ്ഥാപനങ്ങളെ ബലിയാടാക്കുകയായിരുന്നു. ആസൂത്രണ ബോർഡ് ചീഫ് പരീക്ഷയിലെ ക്രമക്കേടിനെ കുറിച്ചുള്ള അന്വേഷണത്തിലും തട്ടിപ്പിന് PSC ശ്രമിച്ചത് ഇതിൻ്റെ ഭാഗമായിട്ടാണ്. പരീക്ഷാ നടത്തിപ്പിന്റെ ചുമതലയുള്ള പരീക്ഷാ കൺട്രോളറെ തന്നെയാണ് ക്രമക്കേടിനെ കുറിച്ചുള്ള അന്വേഷണവും കമ്മീഷൻ ഏൽപ്പിച്ചത്. ഇത് അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കമായി വിലയിരുത്തപ്പെടുന്നു. ഗുരുതര ക്രമക്കേടിന്റെ അന്വേഷണം പോലീസിനോ പോലീസിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ പ്രവർത്തിക്കുന്ന PSCയുടെ വിജിലൻസ് വിഭാഗത്തിനോ കൈമാറാത്തതും ദുരൂഹമാണ്. CPM നടത്തിയ തിരിമറികൾ പുറത്തറിയാതിരിക്കാനാണ് പുതിയ നീക്കം. പരീക്ഷാ കൺട്രോളറാണ് തട്ടിപ്പിന് ചട്ടുകമായത്. കുറുക്കനെ കോഴിക്കോടിന്റെ കാവലേൽപ്പിക്കുന്നത് പോലെയാണ് ഈ സംഭവം. വലിയ തസ്തികകളിൽ സഖാക്കളെ തിരികെ കയറ്റാനുള്ള അതിബുദ്ധിയാണ് നിയമന തട്ടിപ്പിന് പിന്നിൽ. ആസൂത്രണ ബോർഡിലെ ഉയർന്ന തസ്തികയായ ചീഫിന്റെ നിയമനത്തിന് നടത്തിയ പരീക്ഷയുടെ മൂല്യനിർണ്ണയത്തിലാണ് ക്രമക്കേടുണ്ടായത്. 10 ചോദ്യങ്ങൾക്ക് മാർക്കിടാതെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച് നിയമനം നടത്തുകയായിരുന്നു. നിയമനം നേടിയയാൾ ഇടതു സംഘടനാ നേതാവാണെന്ന് ആരോപണമുണ്ട്. സംഭവം വിവാദമായതോടെ കമ്മീഷൻ യോഗം ചേർന്ന് PSCയുടെ ഇന്റേണൽ വിജിലൻസ് ഓഫീസറെ അന്വേഷണം ഏൽപ്പിക്കുന്ന വിചിത്രമായ തീരുമാനമാണ് ഉണ്ടായത്. പരീക്ഷാ കൺട്രോളർ തന്നെയാണ് ഇന്റേണൽ വിജിലൻസ് ഓഫീസർ. PSCയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ അന്വേഷിക്കാൻ സംസ്ഥാന പോലീസിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ SP റാങ്കുള്ള ഉദ്യോഗസ്ഥനുണ്ടായിട്ടും അന്വേഷണം അദ്ദേഹത്തെ ഏൽപ്പിച്ചില്ല. ആദ്യം മുതൽ സംഭവത്തെ ലഘൂകരിക്കാനുള്ള ശ്രമമാണ് PSCയുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. വിവാദമുയർന്നിട്ടും റാങ്ക് പട്ടിക റദ്ദാക്കാൻ തീരുമാനിച്ചില്ല. വിട്ടുപോയ ഉത്തരങ്ങൾക്ക് മൂല്യനിർണ്ണയം നടത്തി റാങ്ക് പട്ടിക അതിനനുസൃതമായി പരിഷ്കരിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ഗുരുതര ക്രമക്കേട് ശ്രദ്ധയിൽപ്പെട്ട് ഒരാഴ്ചയായിട്ടും ഉത്തരവാദികളെ കണ്ടെത്താനോ ബന്ധപ്പെട്ടവർക്കെതിരെ നടപടിയെടുക്കാനോ തയ്യാറായതുമില്ല. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ അർപ്പിക്കുന്ന വിശ്വാസ്യതയ്ക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുന്ന രീതിയിൽ PSCയിലെ നിയമന ക്രമക്കേടിന്റെ കഥകൾ പുറത്തുവരുന്നതിൽ സർക്കാരും അന്വേഷണത്തിന് തീരുമാനിച്ചു. PSC പ്രഖ്യാപിച്ച ആഭ്യന്തര വിജിലൻസിന്റെ അന്വേഷണം ക്രമക്കേടിന്റെ യഥാർത്ഥ ചിത്രം പുറത്തു കൊണ്ടുവരില്ലെന്ന വിലയിരുത്തലിലാണ് സർക്കാർ. ഈ സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ചിനെയോ വിജിലൻസിനെയോ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന നിലപാടിലേക്ക് സർക്കാർ നീങ്ങുന്നത്. അന്വേഷണ സാധ്യത സംബന്ധിച്ച് മുഖ്യമന്ത്രി അഡ്വക്കേറ്റ് ജനറലിൽ നിന്ന് നിയമോപദേശം തേടിയതായിട്ടാണ് വിവരം. മന്ത്രിസഭയിൽ വിഷയം കൊണ്ടുവന്ന ശേഷം തീരുമാനമെടുക്കാനാണ് ആലോചന. PSCയിലെ നിയമന ക്രമക്കേട് സംബന്ധിച്ച് ഒട്ടേറെ പരാതികൾ മുഖ്യമന്ത്രിക്ക് ലഭിച്ചിരുന്നു. മുൻ സർക്കാർ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് PSCയെ ദുരുപയോഗം ചെയ്തെന്ന് നേരത്തെ UDFും ആരോപിച്ചിരുന്നതാണ്. ആസൂത്രണ ബോർഡിലെ ഉയർന്ന തസ്തികയിലേക്ക് നടത്തിയ പരീക്ഷയിലെ ക്രമക്കേട് തെളിവ് സഹിതം പുറത്തു വന്നതോടുകൂടിയാണ് PSC ആഭ്യന്തര വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത്. ഉയർന്ന ഉദ്യോഗസ്ഥരെയെല്ലാം ചോദ്യം ചെയ്യാനും രേഖകൾ പരിശോധിക്കാനും ആഭ്യന്തര വിജിലൻസിന് PSC ചെയർമാന്റെ അനുമതി ആവശ്യമാണ്. പരിമിത അധികാരങ്ങളുള്ള ആഭ്യന്തര വിജിലൻസിന്റെ അന്വേഷണത്തിലൂടെ ക്രമക്കേടിന്റെ പൂർണ്ണ ചിത്രം പുറത്തു വരില്ലെന്നാണ് സർക്കാർ കരുതുന്നത്. ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് KPCC അംഗം JS അഖിൽ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകി. ആഭ്യന്തര വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചതിനു പിന്നാലെ ആസൂത്രണ ബോർഡിലേക്ക് PSC നടത്തിയ പരീക്ഷയിലെ മറ്റൊരു ക്രമക്കേട് കൂടി പുറത്തു വന്നു. പേഴ്സ്പെക്റ്റീവ് പ്ലാനിംഗ് ഡിവിഷൻ ചീഫ് തസ്തികയിലുള്ള യോഗ്യത നിശ്ചയിക്കുന്നതിലാണ് അസാധാരണമായ നടപടികൾ. ഇക്കണോമിക്സിൽ ബിരുദാനന്തര ബിരുദമുള്ളവരെ സ്റ്റാറ്റിസ്റ്റിക്സ് ഇക്കണോമെട്രിക് ഡിപ്ലോമ ഇല്ലെന്ന കാരണത്താൽ ഒഴിവാക്കി. 80 ഉദ്യോഗാർത്ഥികളിൽ 79 പേരെയും അയോഗ്യരാക്കി. ഒരാളെ മാത്രം ഉൾപ്പെടുത്തിയാണ് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് ഇക്കണോമിക്സിന്റെ ഭാഗമെന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് കുറഞ്ഞ യോഗ്യതയായ ഡിപ്ലോമ വേണമെന്ന് പറയുന്നത് പിഴവാണെന്നും ഉദ്യോഗാർത്ഥികൾ ചൂണ്ടിക്കാട്ടുന്നു. ആസൂത്രണ ബോർഡിലെ PSC നിയമനങ്ങളിൽ 2019 അട്ടിമറി നടന്നതായി ഉദ്യോഗാർത്ഥിയുടെ വെളിപ്പെടുത്തലുണ്ടായ എഴുത്തുപരീക്ഷയിൽ പിന്നിലായ KGOA നേതാവിനും ആസൂത്രണ ബോർഡിലെ താൽക്കാലിക ജീവനക്കാർക്കും അഭിമുഖത്തിൽ മാർക്ക് ദാനം ചെയ്യുന്നതെന്നും ആരോപിക്കുന്നു. ചീഫ് സോഷ്യൽ സർവീസ് പരീക്ഷയിൽ ഒന്നാമതെത്തിയ ദളിത് യുവതിയെ
അഭിമുഖത്തിൽ ഏറ്റവും കുറഞ്ഞ മാർക്ക് നേടി PSC പുറത്താക്കി. പണമടച്ച് 7 വർഷമായിട്ടും ഉത്തരക്കടലാസുകൾ PSC നൽകിയില്ലെന്ന് ചീഫ് സോഷ്യൽ സർവീസ് റാങ്ക് ലിസ്റ്റിൽ നിന്നും പുറത്തായ ഉദ്യോഗാർത്ഥി സൗമ്യ പറഞ്ഞു. പോലീസ് വകുപ്പിൽ നിന്നും ഡെപ്യൂട്ടേഷനിലെത്തി PSCയിൽ പ്രവർത്തിക്കുന്ന ആഭ്യന്തര വിജിലൻസ് സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിക്കാനാണ് കമ്മീഷൻ യോഗത്തിൽ തീരുമാനിച്ചിരുന്നത്. എന്നാൽ PSC ചെയർമാൻ അന്വേഷണം കൈമാറിയത് തനിക്ക് കീഴിലെ പരീക്ഷാ കൺട്രോളർക്ക്. വാക്കാലുള്ള നിർദ്ദേശം സ്വീകാര്യമല്ലെന്ന് പരീക്ഷാ കൺട്രോളർ ചെയർമാനെ അറിയിച്ചു. തുടർന്ന് പരീക്ഷാ കൺട്രോളർ അന്വേഷിക്കാൻ നിർദ്ദേശിച്ച് ഉത്തരവിറക്കിയെങ്കിലും ഏറെ വിവാദത്തിനിടയായ വിഷയമായതിനാൽ പരീക്ഷാ കൺട്രോൾ തീരുമാനമെടുത്തിട്ടില്ല. PSC സെക്രട്ടറിയെ പോലും അറിയിക്കാതെയായിരുന്നു ചെയർമാന്റെ നീക്കങ്ങൾ. കീഴുദ്യോഗസ്ഥരെ കൊണ്ട് റിപ്പോർട്ട് എഴുതി വാങ്ങി വിഷയം അവസാനിപ്പിക്കാനുള്ള ചെയർമാന്റെ നീക്കത്തിൽ ചില PSC അംഗങ്ങൾ തന്നെ എതിർപ്പറിയിച്ചിട്ടുണ്ട്. പരീക്ഷാ കാലയളവിൽ ഡെപ്യൂട്ടി സെക്രട്ടറി ആയിരിക്കുകയും പിന്നീട് വിരമിക്കുകയും ചെയ്ത ഉദ്യോഗസ്ഥനെ ബലിയാടാക്കി തടിയൂരാനാണ് PSCയുടെ ശ്രമം. ക്രമക്കേട് പരമാവധി പൂഴ്ത്തിവയ്ക്കാൻ ശ്രമിച്ച PSC ഒടുവിൽ മാധ്യമങ്ങളിലൂടെ വിഷയം വിവാദമായപ്പോഴാണ് അന്വേഷണത്തിന് തയ്യാറായത് തന്നെ. കഴിഞ്ഞ തിങ്കളാഴ്ച ചേർന്ന യോഗത്തിൽ ആഭ്യന്തര വകുപ്പിന് കീഴിലെ വിജിലൻസിനോ മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസിക്കോ അന്വേഷണ ചുമതല കൈമാറണമെന്നായിരുന്നു ഭൂരിഭാഗം അംഗങ്ങളും ആവശ്യപ്പെട്ടത്. എന്നാൽ PSCയിൽ തന്നെ വിജിലൻസ് സംഘമുള്ളപ്പോൾ ഇത് വേണ്ടെന്ന നിലപാടിൽ ചെയർമാൻ ഉറച്ചുനിന്നു. ഒടുവിൽ അംഗങ്ങളും തീരുമാനത്തിന് വഴങ്ങി. യോഗത്തിന് ശേഷം PSC പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലും ക്രമക്കേട് ആഭ്യന്തര വിജിലൻസ് സംഘം അന്വേഷിക്കുമെന്നാണ് വ്യക്തമാക്കിയിരുന്നത്. പോലീസ് വകുപ്പിലെ SP, DYSP, SI എന്നിവരടങ്ങുന്നതാണ് ആഭ്യന്തര വിജിലൻസ് സംഘം. ജീവനക്കാരുടെ അച്ചടക്ക ലംഘനത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ് സാധാരണ പരീക്ഷാ കൺട്രോളറെ ചുമതലപ്പെടുത്തുന്നത്. ഉദ്യോഗാർത്ഥികൾ ഉന്നയിക്കുന്ന ക്രമക്കേടടക്കമുള്ള വിഷയങ്ങൾ ആഭ്യന്തര വിജിലൻസ് സംഘമാണ് അന്വേഷിക്കുക. 1.25 ലക്ഷം രൂപ അടിസ്ഥാന ശമ്പളമുള്ള സംസ്ഥാന ആസൂത്രണ ബോർഡിലെ 3 ചീഫ് തസ്തികകളിലേക്കുള്ള പരീക്ഷയിലെ ക്രമക്കേടിനെ കുറിച്ചുള്ള അന്വേഷണം സ്വാഭാവികമായും വിജിലൻസ് സംഘത്തിനാണ് കൈമാറേണ്ടിയിരുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ PSC നടത്തിയ പരീക്ഷകളും അഭിമുഖങ്ങളും സംശയത്തിന്റെ നിഴലിലായതോടെ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് സർക്കാർ. ഒട്ടേറെ ഉദ്യോഗാർത്ഥികൾ മുഖ്യമന്ത്രി VD സതീശനെ കണ്ട് ആശങ്ക അറിയിച്ചതിനു പിന്നാലെ സർക്കാർ നിയമോപദേശം തേടി. 2 ദിവസത്തിനകം തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന. വിഷയം ഉന്നയിച്ച മന്ത്രി OJ ജനീഷിന് മുഖ്യമന്ത്രി അന്വേഷണം ഉറപ്പു നൽകിയിരുന്നു. ഭരണഘടനാ സ്ഥാപനമായതിനാൽ PSCക്കെതിരെ നേരിട്ട് നടപടിയെടുക്കാൻ സർക്കാരിന് സാധിക്കില്ല. PSC റദ്ദാക്കിയ ആസൂത്രണ ബോർഡിലെ ചീഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡിവിഷൻ റാങ്ക് പട്ടികയിൽ ഉദ്യോഗാർത്ഥികൾ ഒത്തുകളി സംശയിക്കുന്നു. നിയമന തട്ടിപ്പാണ് നടന്നതെന്ന ആക്ഷേപവും അവർ ഉയർത്തുന്നുണ്ട്. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ 5ാം റാങ്കുകാരനായ ജയലാൽ ഉത്തരസൂചികയ്ക്കായി അപേക്ഷ സമർപ്പിച്ചെങ്കിലും 1 വർഷം പിന്നിട്ട് 2026 ജൂൺ 18-നാണ് ഉത്തരസൂചിക PSC ലഭ്യമാക്കിയത്. ഇതേ റാങ്ക് പട്ടികയിലെ 3ാം റാങ്കുകാരനായ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ തിരുവനന്തപുരം സ്വദേശി K ശ്യാംകൃഷ്ണൻ വിവരാവകാശ നിയമപ്രകാരം ഉത്തരക്കടലാസിന്റെ പകർപ്പിനായി PSCയെ സമീപിച്ചെങ്കിലും സമയപരിധി അവസാനിച്ചിട്ടും മറുപടി നൽകിയില്ല. ഇതോടെയാണ് സംശയം ബലപ്പെട്ടത്. 40 മാർക്കിന്റെ അഭിമുഖത്തിൽ അട്ടിമറി നടന്നിട്ടുണ്ടാകാനുള്ള സാധ്യത പലരും സംശയിക്കുന്നു. 200 മാർക്കിലേക്കായിരുന്നു എഴുത്തു പരീക്ഷ. അതിൽ 58 മാർക്കിന്റെ 10 ചോദ്യങ്ങളാണ് മൂല്യനിർണ്ണയം നടത്തിയില്ലെന്ന് കണ്ടെത്തിയത്. 27.88 ആയിരുന്നു കട്ട് ഓഫ് മാർക്കായി നിശ്ചയിച്ചിരുന്നത്. എഴുത്തു പരീക്ഷയിൽ പിന്നിലായാൽ പോലും അഭിമുഖത്തിൽ സ്വാധീനം ചെലുത്തി റാങ്ക് പട്ടികയിൽ മുന്നിലെത്താനുള്ള സാധ്യതയും പല ഉദ്യോഗാർത്ഥികളും സംശയിക്കുന്നുണ്ട്. ഒരു വനിതയും 9 പുരുഷന്മാരും ഉൾപ്പെടെ 10 പേരുടെ റാങ്ക് പട്ടികയാണ് PSC പ്രസിദ്ധീകരിച്ചിരുന്നത്. തിരുവനന്തപുരം സ്വദേശി അരുൺ J പ്രതാപിനായിരുന്നു 1ാം റാങ്ക്. ഇദ്ദേഹത്തിന് 2025-ൽ തന്നെ നിയമനവും നൽകി. ഇതിനെതിരെ പോരാടിയത് ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് അടക്കം 30 വർഷമായി സ്ഥിരം PSC പരീക്ഷകൾ എഴുതുന്ന 5ാം റാങ്കുകാരൻ ആലപ്പുഴ മുഹമ്മ വളപ്പിൽ വീട്ടിൽ VS ജയലാലാണ്. ഉത്തരസൂചിക പരിശോധിച്ച് 10 ചോദ്യങ്ങൾ മൂല്യനിർണ്ണയം നടത്താതെ ഒഴിവാക്കിയതായി കണ്ടെത്തിയത്. ഇറിഗേഷൻ വകുപ്പ് ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായ ജയലാൽ കൊല്ലം മൈനർ ഇറിഗേഷൻ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. 8ാമത്തെ ചോദ്യത്തിന് ശേഷം 19ാം ചോദ്യത്തിനാണ് മാർക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ബോധ്യമായതോടെ പ്ലാനിംഗ് ആൻഡ് ഇക്കണോമിക് അഫയേഴ്സ് സെക്രട്ടറി, സംസ്ഥാന പ്ലാനിംഗ് ബോർഡ്, PSC പരീക്ഷാ കൺട്രോളർ, പട്ടികയിൽ 1ാം റാങ്കുകാരനായ ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ചീഫായി നിയമിതനായ അരുൺ J പ്രതാപ് എന്നിവരെ എതിർകക്ഷികളാക്കി ജൂൺ 23-ന് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു.
ഒന്നാം റാങ്കുകാരന്റെ നിയമനം ഹർജിയിലെ തീർപ്പിന് വിധേയമായിരിക്കുമെന്ന് 24-ന് ഹൈക്കോടതി വ്യക്തമാക്കി. PSC പരീക്ഷാ കൺട്രോളർക്കടക്കം നോട്ടീസ് ഉത്തരവായി. സംസ്ഥാന ആസൂത്രണ ബോർഡിലെ പരീക്ഷാ ക്രമക്കേടിനെ തുടർന്ന് PSC റാങ്ക് പട്ടിക റദ്ദാക്കാൻ കമ്മീഷൻ തീരുമാനമായി. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ വിധിക്ക് അനുസൃതമായി പുതിയ റാങ്ക് ലിസ്റ്റ് പുറത്തിറക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 228 ഉദ്യോഗാർത്ഥികളുടെ പേപ്പറുകളും പുനർമൂല്യനിർണ്ണയം നടത്തും. അഡീഷണൽ സെക്രട്ടറിക്ക് തത്തുല്യരായ ചീഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ പരീക്ഷയിലാണ് ക്രമക്കേട് നടന്നതെന്ന് PSC ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നു. പരീക്ഷ എഴുതിയ ഉത്തരങ്ങൾ പരിശോധിച്ചിട്ടില്ല. ഉത്തരക്കടലാസിന്റെ പകർപ്പ് പരിശോധനയിലാണ് മാർക്ക് നൽകിയിട്ടില്ലെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. പരീക്ഷ കഴിഞ്ഞ് PSC അതിവേഗം നിയമന ശുപാർശയും നൽകുകയായിരുന്നു. പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയത് ഇടതനുകൂല സംഘടനയിലെ അംഗമാണെന്ന് പരീക്ഷ എഴുതിയ മറ്റ് ഉദ്യോഗാർത്ഥികൾ ആരോപിച്ചിരുന്നു. റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച് 3 ആഴ്ചയ്ക്കുള്ളിലായിരുന്നു നിയമനം നടത്തിയത്. പിഴവ് തിരുത്താതെയാണ് അതിവേഗ നിയമന ശുപാർശ നൽകിയത്. സർക്കാരിനെ നേരിട്ട് ഉപദേശം നൽകുന്ന ആസൂത്രണ ബോർഡിലെ ഉന്നത പദവിയിലേക്കാണ് വഴിവിട്ട നിയമനം നടന്നതെന്ന് ആരോപണമുയരുന്നത്. ഒരു ഒഴിവ് മാത്രമുള്ള പദവിയിലേക്ക് എഴുത്തു പരീക്ഷ മുമ്പ് നടത്തിയിരുന്നു. റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച് 3 ആഴ്ചയ്ക്കുള്ളിലാണ് PSC നിയമന ശുപാർശ നൽകിയത്. എന്നാൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് മാർക്ക് വ്യക്തമാക്കാതെയാണെന്നും അഭിമുഖത്തിലും എഴുത്തു പരീക്ഷയിലും കിട്ടിയ മാർക്ക് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് മറച്ചുവെക്കുന്നുവെന്നും പരാതിയിൽ പറയുന്നു. പരീക്ഷയിൽ 100 മാർക്കിന്റെ 2 പേപ്പറുകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 2ാം പേപ്പറിൽ ക്രമക്കേട് നടന്നുവെന്ന് ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നു. 2ാം പേപ്പറിൽ 100 മാർക്കിന് 28 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ഉദ്യോഗാർത്ഥി ഉത്തരക്കടലാസ് പരിശോധിച്ചപ്പോൾ 9 മുതൽ 19 വരെയുള്ള ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഉത്തരങ്ങൾക്ക് മാർക്ക് നൽകിയിട്ടില്ലെന്ന് കണ്ടെത്തുകയായിരുന്നു. ഇതോടെയാണ് PSC പരീക്ഷ അട്ടിമറിച്ചെന്ന സംശയം ബലപ്പെടുന്നത്. ഉത്തരക്കടലാസ് പകർപ്പിന് അപേക്ഷ നൽകിയവരെ 1 വർഷം PSC വട്ടം കറക്കുകയും ചെയ്തു. വിവരാവകാശ നിയമപ്രകാരവും ഉത്തരക്കടലാസ് നൽകിയില്ല. ഇതിനു പിന്നാലെ ആസൂത്രണ ബോർഡിലെ ഉന്നത നിയമനത്തിൽ ക്രമക്കേട് ആരോപിച്ച് ഉദ്യോഗാർത്ഥികൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കുകയായിരുന്നു. പരാതിയിൽ 3 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാൻ PSCക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നിർദ്ദേശം നൽകി. ആസൂത്രണ ബോർഡിൽ ചീഫ് നിയമനത്തിനുള്ള പരീക്ഷ എഴുതിയവർക്ക് മുഴുവൻ ഉത്തരങ്ങൾക്കും മാർക്ക് നൽകിയില്ലെന്ന് PSC സമ്മതിച്ചു. മൂല്യനിർണ്ണയം പൂർത്തിയാക്കാതെയാണ് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച് നിയമനം നടത്തിയത്. 3 തസ്തികകളിലേക്കുള്ള പൊതുപരീക്ഷയുടെ 10 ഉത്തരങ്ങളാണ് മാർക്കിടാത്തത്. കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ നടത്തുന്ന മൂല്യനിർണ്ണയത്തിന് ഓൺ സ്ക്രീൻ മാർക്കിംഗ് എന്ന 10 ചോദ്യങ്ങൾ അസൈൻ ചെയ്ത് നൽകിയില്ലെന്നാണ് പ്രാഥമിക പരിശോധനയിലെ കണ്ടെത്തൽ. പരീക്ഷ എഴുതിയ മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും ഈ ഉത്തരങ്ങൾക്ക് മാർക്ക് കിട്ടിയിട്ടില്ല. അതിനാൽ എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും ഉത്തരക്കടലാസുകൾ വീണ്ടും മൂല്യനിർണ്ണയം നടത്തി റാങ്ക് പട്ടിക പുതുക്കി പ്രസിദ്ധീകരിക്കും. അതനുസരിച്ച് നിയമന ശുപാർശകളിലും മാറ്റമുണ്ടാകും. 2022-ലായിരുന്നു വിജ്ഞാപനം. ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗം, പെർസ്പെക്റ്റീവ് പ്ലാനിംഗ് വിഭാഗം, പ്ലാനിംഗ് കോർഡിനേഷൻ വിഭാഗം എന്നിവയിൽ ഓരോ ഒഴിവുകളാണുള്ളത്. 3-നും 2 പേപ്പർ വീതമായിരുന്നു പരീക്ഷ. അതിൽ ആദ്യ പേപ്പർ 3 വിഭാഗക്കാർക്കും പൊതുവായിരുന്നു. ഇതിലെ 9 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരമാണ് മൂല്യനിർണ്ണയം നടത്താതെ വിട്ടിരിക്കുന്നത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന വിവിധ നിയമനങ്ങളിൽ കഴിഞ്ഞ 1 ദശകമായി തുടരുന്ന ഗുരുതരമായ ക്രമക്കേടുകൾ, അഴിമതികൾ, ചോദ്യപേപ്പർ ചോർച്ച എന്നിവയെക്കുറിച്ചും PSC അംഗങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സിനെക്കുറിച്ചും സമഗ്രമായ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് സമിതി ചെയർമാൻ RS ശശികുമാർ ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും വിശദമായ നിവേദനം നൽകി. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ പരീക്ഷയായ PSCയുടെ സുതാര്യതയെയും വിശ്വാസ്യതയെയും തകർക്കുന്ന തരത്തിലുള്ള നിരവധി ആരോപണങ്ങളാണ് അടുത്തിടെയായി പുറത്തു വന്നിട്ടുള്ളത്. നിവേദനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഫിഷറീസ് വകുപ്പിലെ എക്സ്റ്റൻഷൻ ഓഫീസർ അടക്കമുള്ള തസ്തികകളിലേക്ക് നടന്ന പരീക്ഷകളിൽ കുഫോസ് സർവകലാശാലയിലെ SFI നേതാക്കൾക്ക് വലിയ തോതിൽ മുൻഗണന ലഭിച്ചു. ആകെ നടത്തിയ 44 നിയമനങ്ങളിൽ 38 പേരും കുഫോസിലെ വിദ്യാർത്ഥികളാണ്. ചോദ്യപേപ്പർ തയ്യാറാക്കിയതിലും ഇന്റർവ്യൂ ബോർഡിലും ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ടവരാണ് ഉണ്ടായിരുന്നത്. മറ്റ് സർവകലാശാലകളിലെ ഉയർന്ന യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ ബോധപൂർവം ഒഴിവാക്കിയ ഈ സംഭവത്തിൽ വകുപ്പ് തലത്തിന് പുറത്തുനിന്നുള്ള ഏജൻസി അന്വേഷണം വേണമെന്ന് ഫിഷറീസ് ഡയറക്ടർ തന്നെ ശുപാർശ ചെയ്തിട്ടും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അതിനു പുറമെ പ്ലാനിംഗ് ബോർഡ് ചീഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഓഫീസർ തസ്തികയിലേക്കുള്ള പരീക്ഷയിൽ ഉത്തരക്കടലാസുകൾ കൃത്യമായി മൂല്യനിർണ്ണയം നടത്തിയിട്ടില്ലെന്നും ആരോപണമുണ്ട്. രാഷ്ട്രീയ സ്വാധീനമുള്ളവർക്ക് 1ാം റാങ്ക് നൽകാൻ റാങ്ക് ലിസ്റ്റ് ധൃതി പിടിച്ച് പ്രസിദ്ധീകരിച്ചതായും പരാതി ഉയർന്നു കഴിഞ്ഞിരുന്നു.
അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ DYSP സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ്, ലോ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് KAS, സർവകലാശാല PRO എന്നിവയിലും കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും പരീക്ഷാ സബ് കമ്മിറ്റികളെ മറികടന്നും കടുത്ത ക്രമക്കേടുകൾ നടത്തിയതായി ആക്ഷേപമുണ്ട്. മുൻ CPO റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ടുണ്ടായ യൂണിവേഴ്സിറ്റി കോളേജ് അക്രമ സംഭവത്തിലെ പ്രതികളായ വിദ്യാർത്ഥി നേതാക്കൾ എങ്ങനെ റാങ്ക് ലിസ്റ്റിന്റെ മുൻപന്തിയിൽ എത്തിയതെന്നതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ PSC തയ്യാറാകാത്തതും വലിയ വീഴ്ചയായി ചൂണ്ടിക്കാണിക്കുന്നു. PSCയിലെ ചെയർമാനും അംഗങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഉപജാപക സംഘമാണ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റേഴ്സിനെ നിയോഗിക്കുന്നതെന്നും ചോദ്യങ്ങൾ കാലേക്കൂട്ടി ലഭിക്കാൻ വഴിയൊരുക്കുന്നതിലൂടെയാണ് എഴുത്തു പരീക്ഷകളിൽ കൃത്രിമം നടക്കുന്നതെന്നും ആരോപണമുണ്ട്. അടുത്തിടെ താരതമ്യേന പ്രായം കുറഞ്ഞ DYFIയുടെ ഒരു വനിതാ നേതാവിനെ PSC അംഗമായി നിയമിച്ചത് ചോദ്യകർത്താക്കളെ സ്വാധീനിക്കുന്നതിനായി ആസൂത്രിതമായി ചെയ്തതാണെന്നും സമിതി ആരോപിക്കുന്നു. ഇത്തരം തുടർച്ചയായ സംഭവങ്ങൾ PSC എന്ന ഭരണഘടനാ സ്ഥാപനം പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു എന്ന പൊതുധാരണയ്ക്ക് കാരണമായിട്ടുണ്ടെന്ന് സമിതി വ്യക്തമാക്കുന്നു. ഇത് രാത്രിയും പകലും കഷ്ടപ്പെട്ട് പഠിക്കുന്ന സാധാരണക്കാരായ ഉദ്യോഗാർത്ഥികളുടെ ആത്മവിശ്വാസം തകർക്കുകയും കേരളത്തിലെ പ്രതിഭകളായ യുവാക്കൾ സുരക്ഷിതരായ തൊഴിൽ തേടി വിദേശങ്ങളിലേക്ക് കുടിയേറാൻ ഇടയാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് സത്യസന്ധരും കാര്യശേഷിയുള്ളവരുമായ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ഈ ക്രമക്കേടുകളെക്കുറിച്ച് എത്രയും വേഗം ഒരു ഉന്നതതല വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്.